പിന്നെ പറയണോ നമ്മുടെ ആളല്ലേ 72-ാം വയസ്സിൽ പുള്ളി കിടന്ന് നടക്കുന്ന നിങ്ങൾക്ക് പറയേണ്ട കാര്യമുണ്ടോ? ഒന്നിന്റെ രക്ഷയിൽ എന്താണ് ഇങ്ങനെ അഭിനയിക്കുന്നുള്ളത് നമ്മ സിനിമ എന്താ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒരയ്ക്കും തോറും പുള്ളി ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് നൈസ് സാധനം. പുള്ളി പടത്തില് എല്ലാവരും അഭിനയം വെറുതെ അർജുനാശോക്ക് വെറുതെ കിണ്ണനായിട്ട് പടം പേടിപ്പിക്കുന്നതല്ല, ഒരു പ്രത്യേകതരം ത്രില്ലർ പടമാണ്. ഈ കുറിച്ചൊന്നും പറയാൻ നമുക്ക് പിന്നെ പറയണോ നമ്മുടെ ആളല്ലേ 72-ാം വയസ്സിൽ പുള്ളി കിടന്ന് നടക്കുന്ന നിങ്ങൾക്ക് പറയേണ്ട കാര്യമുണ്ടോ? തിന്നൽ കണ്ടോക്കെ എല്ലാവരും കണ്ടോക്കെ പൈസക്ക് കറക്റ്റാ. മമ്മൂക്കയുടെ പടം കിടിലം പടം. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ കാണണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പടത്തിന് ടിക്കറ്റ് എടുത്തോ. ഗംഭീര പ്രകടനം. അത് മമ്മൂക്ക മാത്രമല്ല, അർജുന അശോകൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ സിദ്ധാർത്ഥ്, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 5 ക്യാരക്ടേഴ്സ് ഉള്ളൂ. 5 ക്യാരക്ടേഴ്സിൽ മികച്ചത് മമ്മൂക്ക തന്നെയാണ്. അതായത് മമ്മൂക്കയൊക്കെ പുറത്ത് ഒരു ചിരിയൊക്കെ ഉണ്ട്, ഒരു പൊട്ടിച്ചിരി. അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട സംഭവം. എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ടു പടം. പിന്നെ ഹൈപ്പിനോടുള്ള നീതി, അതായത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആയ കാരണം ആ ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ അത് ഇപ്പോഴത്തെ കാലത്ത് അത് എന്തായാലും ഏറ്റെടുക്കുന്നോ അതൊന്നും തോന്നാറില്ല എനിക്ക്. എന്തിരുന്നാലും തിയേറ്ററിൽ തന്നെ കാണാൻ സാധിക്കും. നമ്മ വീണ്ടും തിരിച്ചു വരും. പഴയ കാലഘട്ടം ഞാൻ വീണ്ടും വരുത്തി പോലെ പഴയ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് സിനിമ. ഒന്നിന്റെ രക്ഷയിൽ എന്താണ് ഇങ്ങനെ അഭിനയിക്കുന്നുള്ളത് നമ്മ സിനിമ കാണുന്നത്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലാണ്. കാരണം തിയേറ്ററിൽ തന്നെ കാണും. സിദ്ധാർത്ഥ വരുന്നതിനൊക്കെ മമ്മൂക്കടെ പിന്നെ ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ ആ ചിരിയും എന്താ പറഞ്ഞത് നമ്മൾ പറയില്ലേ ശരീരഭാഷ എന്നുള്ളത് മലയാളികൾക്ക് വളരെയായിട്ട് അഭിമാനിക്കാം. ലോകത്തിന് നെറുകയിലെത്തിയിട്ടുണ്ട് മലയാളികളുടെ ഈ ഡയറക്ടർ പ്രത്യേകം ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരൊക്കെ കുറച്ച് 4 കഥാപാത്രങ്ങളുണ്ട്. അതായത് നമ്മൾ പറയണതല്ലേ, ഇപ്പൊ നമ്മ പണ്ട് കമലഹാസൻ പുഷ്പവിമാനം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതെ ഇത് നമ്മ ഈ പറഞ്ഞ പോലെ ഒന്നല്ലട്ടോ. അവര് പറഞ്ഞ കേട്ട അതിന്റെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പടം അങ്ങനെ ഇതിനു വേണ്ടി തന്നെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള പടങ്ങളൊക്കെ ഇപ്പൊ സെക്കൻഡ് പാർട്ടിന്റെ അതൊന്നുമില്ല. കാണണം കാരണം വന്നിട്ട് നമ്മ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണാം. തിയേറ്ററിന്റെ എങ്ങനെയാണെന്നുള്ള വളരെ ഒരു മുട്ടുസൂചി വീഴുന്ന നമ്മ പറയില്ലേ ശബ്ദം കേൾക്കുന്നു. അതിന് മഴത്തുള്ളി വീഴുന്ന ആ ശബ്ദം തിയേറ്റർ സൈഡ് എല്ലാവരും നല്ല ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ വിലയിരുത്തുന്നുണ്ട്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കണം. പുള്ളി പറഞ്ഞ പോലെ തന്നെ ഒരയ്ക്കും തോറും പുള്ളി ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. മിന്നൽ പ്രകടനമാണ് പറയാതിരിക്കുന്നത്. ഹൊറർ പ്രതീക്ഷ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൊറർ കിട്ടിയിരിക്കും. അത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഉള്ള അധികം ജംപ് സ്കെയറുകളൊന്നും അല്ല. ഇത് നമ്മളവിടെ സൈക്കോളജിക്കലി നമ്മളവിടെ ഇങ്ങനെ ഇരുത്തിക്കളയും. കാരണം ആ ആംബിയൻസും ആ പീരിയഡ് സെറ്റിംഗ് 17th century പീരിയഡിലാണ് ഇത് നടക്കുന്നത്, കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ട് ഇരുത്തും. അത് നമ്മൾ അത്രയും കൺവിൻസിംഗ് ആയിട്ട് അത് തോന്നിക്കും. അപ്പൊ അതാണ് അതിന്റെ സിനിമ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മമ്മൂട്ടിയെ എന്തുകൊണ്ടാണ് രാക്ഷസൻ നടികർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഫാൻസ് എടുത്ത് പറയുന്ന ഒരു പേരാണോ അല്ല എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം ആസിഫിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ട് മമ്മൂക്ക ഈ ക്യാരക്ടർ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ കരുതിയില്ല. കാരണം അത്തരം ചലഞ്ചുകൾ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇനിയിപ്പോൾ അത് പുറത്തായിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ അത് എങ്ങനെയാണ് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു ദൃശ്യമാണ്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ വേഷപ്പകർച്ചൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഇതാണ് അർജുന അശോകൻ്റെയും സിദ്ധാർത്ഥ ഭരതൻ്റെയും വേഷപ്പകർച്ച. അവരും ഇതുവരെ കാണാത്ത വളരെ വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പിലാണ് കണ്ടിരിക്കുന്നത്. പിന്നെ കളർ എന്നുള്ളത് സിനിമയ്ക്ക് ഒരു വിഷയമല്ല. ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മോണോക്രോമിൽ അല്ലാതെ ഈ സിനിമയുടെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മോണോക്രോമിൽ മഴ പെയ്യുന്നത്
ചാനലിൽ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിൽ ഈ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ചിത്രം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാൻ തോന്നുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ, നമ്മുടെ ഭൂതകാലം ചെയ്ത ആ ഡയറക്ടറിൻ്റെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, നമ്മുടെ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് മെഗാസ്റ്റാർ മമ്മൂക്ക, അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, അർജുന അശോകൻ, അങ്ങനെ അവർ 3 പേരും മത്സരിച്ച് അഭിനയിച്ചു. മണികണ്ഠനാചാര്യ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അമ്മാളുടെ എന്ന് പറഞ്ഞ നായിക, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്.